വാട്സ്ആപ്പ് ഗൈസ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ട്രെൻഡിങ് ആയിട്ടുള്ള ടോപ്പിക്കിനെ കുറിച്ചാണ്. അതായത് എന്താ ഇപ്പൊ പറയുന്നത്, ട്രെൻഡിങ് ആയിട്ടുള്ള ടോപ്പിക് എന്ന് ഉദ്ദേശിച്ചാൽ അതായത് നമ്മളെ പോലെയുള്ള ആളുകൾ ഇപ്പോൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രധാന പ്രോബ്ലം കൊറോണ. സോറി, ഇറ്റ്സ് നോട്ട് കൊറോണ, മോഡിഫിക്കേഷൻ. ഇപ്പോൾ എന്താണ് മോഡിഫിക്കേഷൻ? മോഡിഫിക്കേഷൻ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇറ്റ്സ് എ ഫോം ഓഫ് ആർട്ട് വർക്ക്. അത് ഒരു ആർട്ടാണ്. ആർക്കാണ് ആർട്ട് ഇഷ്ടമല്ലാത്തത്? പക്ഷേ എന്താണെന്ന് അറിയത്തില്ല, ഈ ആർട്ട് വർക്ക് മാത്രം ആർക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഈ നിയമങ്ങൾക്കും പോലീസുകാർക്കും അത്ര പിടിക്കുന്നില്ല. പോലീസുകാരെന്ന് പറയുന്നത് എല്ലാ പോലീസുകാരൊന്നും അല്ല, നമ്മുടെ പോലീസുകാരുടെ ഇടയിലുമുണ്ട് നല്ല ആൾക്കാർ. പക്ഷേ എന്തായാലും കൂടുതൽ % ഇഷ്ടം ഇല്ലാത്തവരാണ്. പിന്നെ ഈ മോഡിഫിക്കേഷൻ കൊണ്ട് എല്ലാവരും ഇപ്പം നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വണ്ടി, അതിൽ എന്തെങ്കിലും സാധനം മോഡിഫൈ ചെയ്യുക എന്ന് പറയുന്നത് അതിൻ്റെ രൂപം കുറച്ചും കൂടെ ക്വാളിറ്റി വൈസും പിന്നെ അത്യാവശ്യം സ്റ്റാൻഡേർഡ് ഉള്ള രീതിയിൽ കുറച്ചും കൂടെ കമ്പനി ഇറക്കുന്നതിനേക്കാളും കൂടുതൽ ലുക്സിൽ ആക്കാനാണ് നോക്കുന്നത്. അല്ലാതെ സ്റ്റോക്ക് കണ്ടീഷനിൽ കൊണ്ടുവന്നാൽ അത് മോഡിഫിക്കേഷൻ എന്ന് പറയാൻ പറ്റത്തില്ല. പിന്നെ എന്താണ് ഇങ്ങനെ ഈ മോഡിഫിക്കേഷൻ ഇങ്ങനെ ആയി പോകുന്നത്? ഇത് നിയമത്തിനൊന്നും ഇത്ര വലിയ കാര്യമൊന്നും ഇല്ലാതെ പോകുന്നത്. ഇത് വലിയൊരു ഇൻഡസ്ട്രിയാണ്. പിന്നെ എന്നിട്ടും ഇങ്ങനെയൊക്കെ ആയി പോകുന്നതിനോട് പേഴ്സണലി എനിക്ക് ഭയങ്കര എതിർപ്പാണുള്ളത്. ഇപ്പോഴത്തെ രീതി പറയുകയാണെങ്കിൽ ഇപ്പം മോഡിഫിക്കേഷൻ ഇൻഡസ്ട്രി ഇപ്പോൾ വളരെയധികം മോഡിഫിക്കേഷൻ ഇൻഡസ്ട്രി മാത്രമല്ല, മോഡിഫിക്കേഷനായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെല്ലാം ഇപ്പോൾ ഒരു ഇറങ്ങി നിൽക്കുന്ന അവസ്ഥയാണ്. കാരണം നേരത്തെ ഒന്ന് ഇത് ട്രെൻഡിങ് ആയി പോയത് നമ്മുടെ ആ മഞ്ഞ RX പിടിച്ചപ്പോഴായിരുന്നു. ആ പെണ്ണോടിച്ച് അത് കേസായി. ആരോ വാട്സപ്പ് കുറേ ചൊറിയന്മാരുണ്ട്, അങ്ങനെ വാട്സപ്പിലോട്ട് അയച്ചു കൊടുത്ത് അങ്ങനെയായിരുന്നു ആദ്യമേ അത് ഇതായത്. പിന്നെ ഇപ്പം കുറച്ചും കൂടെ അത് രൂക്ഷമായത് ഇപ്പം ബേബ്സിന്റെ മോൺസ്റ്റർ ട്രക്ക്. പുള്ളിന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലായിട്ടൊന്നും അറിയാവുന്ന ആളൊന്നുമല്ല, പക്ഷേ ഐ ആം എ ബിഗ് ഫാൻ ഓഫ് ഹിസ് മോൺസ്റ്റർ ട്രക്ക്. ആക്ച്വലി പുള്ളിയാണ് ഇതുപോലത്തെ ഒരു ട്രക്ക് കൾച്ചർ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം വെളിയിലുള്ള രാജ്യങ്ങളിലൊക്കെ ഉള്ളൂ ഇതുപോലെ ഇങ്ങനെ പൊക്കമുള്ള ട്രക്കും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ വെളിയിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഒരു വലിയൊരു ട്രക്ക് വീട്ടിലുണ്ടെന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമായിട്ട് കൊണ്ട് നടക്കുന്നതാണ്. അപ്പോൾ ഇവിടെ മാത്രം ഇങ്ങനെ ഒരു ട്രക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോഴത്തേക്കിനും അതെന്താ കുറച്ചും കൂടെ ഇതില് എന്ന് വെച്ചാൽ നമ്മുടെ ജനങ്ങൾ അത് ഏറ്റെടുത്തു. പക്ഷെ പോലീസും നിയമത്തിലും അതങ്ങോട്ട് ഏറ്റെടുക്കാൻ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ അതിനോടും എനിക്ക് എതിർപ്പാണുള്ളത്. കാരണം എനിക്ക് മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത് വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഇപ്പോഴത്തെ നമ്മുടെ മോഡിഫിക്കേഷൻ ഇൻഡസ്ട്രി നോക്കുകയാണെങ്കിൽ ഇപ്പം മെയിനായിട്ട് കുറച്ച് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന കാര്യങ്ങളാണ് ഓഫ് റോഡ് ബേസ്ഡ് ആയിട്ടുള്ള മോഡിഫിക്കേഷൻസും പിന്നെ ലോ റൈഡർ ബേസ്ഡ് ആയിട്ടുള്ള മോഡിഫിക്കേഷൻസും വരുന്നത്. ഇപ്പം ഓഫ് റോഡർ തന്നെ നോക്കാം. ഇപ്പം ഈ ഓഫ് റോഡ് ആണെന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ ചിലവരൊക്കെ ഇത് ഓരോ പർപ്പസ് റിലേറ്റഡ് ആയിട്ടായിരിക്കും ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ ഓഫ് റോഡ് ജീപ്സിന്റെ കാര്യങ്ങൾ തന്നെ എടുത്ത് നോക്കിയാൽ അറിയാം, ഇവരിങ്ങനെ മൗണ്ടൻ ക്ലൈമ്പിങ് ഉപയോഗിക്കുന്ന ടയറും ഷോക്ക് അബ്സോർബേഴ്സ് അങ്ങനത്തെ എക്യുപ്മെന്റ്സും കാര്യങ്ങളും എല്ലാം ഉപയോഗിക്കുന്നത് ചിലപ്പം എന്തെങ്കിലും കോമ്പറ്റീഷൻസിന് പോകാനായിരിക്കും. മിക്ക ജീപ്പ് ഉടമകളും എന്ന് വെച്ചാൽ ഇങ്ങനത്തെ മോഡിഫൈഡ് ജീപ്പ് ഉടമകളും മിക്കവരും റാലി റേസേഴ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മൗണ്ടൻ റേസേഴ്സ് അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഉള്ളവരായിരിക്കും. അപ്പോൾ അവർക്കൊരു ഈ വണ്ടിയൊക്കെ കൊണ്ടുനടക്കാൻ ഒരു പ്രത്യേക എന്തെങ്കിലും രജിസ്ട്രേഷൻ കൊടുക്കുകയായിരുന്നെങ്കിൽ അതായിരിക്കും നല്ലത്. അല്ലാതെ ഈ വണ്ടി കാണുമ്പോഴത്തേക്കിനും
അതിൻ്റെ വീലൂരി വെക്കണം, അതിൻ്റെ എക്യുപ്മെൻറ്റ്സ് ഊരി വെക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര നടക്കുന്ന കാര്യമില്ല. കാര്യം ഇതിൻ്റെ എക്യുപ്മെൻറ്റ്സ് എന്ന് പറയുന്നത് അങ്ങനെ ചുളു വിലയ്ക്ക് നമുക്ക് ഒരിടത്തൊന്നും മേടിച്ചെടുക്കാൻ പറ്റുന്നതല്ല. ഇത് ചിലപ്പം ഇമ്പോർട്ട് ചെയ്യേണ്ടി വരുന്നു. അങ്ങനെ ഇമ്പോർട്ട് ചെയ്ത് പിന്നെ പിന്നത്തെ കാര്യം എന്ന് പറയുന്നത് ഇതെല്ലാം ഓരോ ഷോപ്സാണ് ഇതെല്ലാം കൊടുക്കുന്നത്. അല്ലാതെ ഇതൊന്നും അവരായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന കാര്യങ്ങളൊന്നുമില്ല. ഇതെല്ലാം ഷോപ്സിൽ GST ടാക്സും കൊടുത്ത് തന്നെ മേടിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം അവരത് കാണുന്നു, മേടിക്കുന്നു, വെക്കുന്നു, പിന്നെ ഇങ്ങനത്തെ ഇതിന് പോകുന്നു. ചിലവരത് ഒരു ആഗ്രഹം കാരണം വെക്കുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ല പർപ്പസ് റിലേറ്റഡ്. ഇപ്പം ഒത്തിരി മലയോര പ്രദേശങ്ങളിലുള്ളവർ ഒക്കെ ആണെങ്കിൽ ചിലപ്പം ഇത് മോഡിഫൈ ചെയ്ത് അവരുടെ രീതിയിൽ എടുത്തെന്ന് വരും. അപ്പോൾ അങ്ങനെയൊക്കെ ചില പർപ്പസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും ഉണ്ട്. അല്ലാതെ എല്ലാവരും ഇപ്പോൾ ഷോപ്പിന് മാത്രം മോഡിഫിക്കേഷൻ ചെയ്യുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. പിന്നെ ഇപ്പൊ ഷോപ്പിന് ചെയ്യുമെന്ന് പറഞ്ഞാലും അത് എല്ലാവരുടെയും ആഗ്രഹങ്ങൾ കൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ കാറിന്റെ കേസ് നോക്കിയാൽ ഇപ്പൊ എല്ലാവരും ലോ റൈഡർ ബേസ്ഡ് ആണ് ചെയ്യുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി മാക്സിമം താത്ത് നിലം മുട്ടി കിടക്കുന്ന പോലെ ആക്കുക. അതെന്ന് പറയുന്നത് ഹൈഡ്രോളിക് സസ്പെൻഷൻ, എയർ സസ്പെൻഷൻ അങ്ങനെയൊക്കെ വെച്ചാണ് അത് ചെയ്യുന്നത്. അപ്പോൾ അതിന് ലോ പ്രൊഫൈൽ അലോയ്സ് ആയിരിക്കും. ഇപ്പം നിങ്ങൾ ഈ നിയമത്തിന്റെ വശത്തിലുള്ള ആൾക്കാർ ചിന്തിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടിയൊക്കെ കൊണ്ടു നടക്കുന്ന അത്ര എളുപ്പമുള്ള പരിപാടിയല്ല. ഇതിന്റെ അടി ഒരയുമോ നോക്കണം, ഇതിന്റെ റിംസ് ഒരയുമോ നോക്കണം, പിന്നെ ഇതിന്റെ എക്യുപ്മെന്റ്സിന്റെ പ്രൈസ്, ഇതിന്റെ ബോഡി കിറ്റ്സ്, ഇതൊന്നും ഇങ്ങനെ ചെറുതായിട്ട് കിട്ടുന്ന സാധനമൊന്നുമില്ല. ഇതൊക്കെ വെളിയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത് നമ്മുടെ ഇവിടുത്തെ കേരളത്തിലത്തെ ഷോപ്സിലും കാര്യങ്ങളും ഒക്കെ തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത്. അല്ലാതെ ഇതൊന്നും ആരെയും കാണിക്കാതെ മുന്നിൽ കെട്ടിയൊന്നും അല്ല ചെയ്യുന്നത്. എല്ലാവരും കാണുന്ന നല്ല 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 അടിപൊളി ഷോപ്സിലാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയെല്ലാം ചെയ്ത് കഴിഞ്ഞ് വണ്ടി ഇറക്കി കഴിയുമ്പോഴത്തേക്കിനും അത് ഇതെന്ന് പറഞ്ഞ് മാറ്റി വെക്കണം, ഇതൊന്നും പാടില്ല എന്ന് പറയുന്നത് അത് എവിടുത്തെ നിയമം? അത് എങ്ങനെയാ അത് ശരിയാകുന്നത്? പിന്നെ നമ്മുടെ ബൈക്സിന്റെ കാര്യം, ബൈക്സ് ഇല്ലീഗൽ ആയിട്ടുള്ള മോഡിഫിക്കേഷൻ ഉണ്ട്. പിന്നെ ഇപ്പോഴത്തെ നിയമം വെച്ച് നോക്കുകയാണെങ്കിൽ തൊട്ടതിനും പിടിച്ചതിനും എല്ലാം ഇല്ലീഗലാണ്. പിന്നെ ഈ എക്സോസ്റ്റ്, ഇപ്പോൾ അതിൻ്റെ ഒരു ഇതാണ് എക്സോസ്റ്റ്. മെയിനായിട്ട് എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് എക്സോസ്റ്റ്. ഇപ്പം എക്സോസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത് ഇപ്പം എനിക്ക് എൻ്റെ ഒരു രീതി വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് പ്ലസൻ്റ് ആയിട്ടുള്ള സൗണ്ട് ഇഷ്ടമാണ്. പക്ഷെ ഒത്തിരി ലൗഡായിട്ട് ഭയങ്കര എല്ലാവരും വെറുപ്പിച്ചോട്ട് പോകുന്ന സൗണ്ടൊന്നും എനിക്ക് താല്പര്യമില്ല. എനിക്ക് എൻ്റെ പേഴ്സണൽ പ്രിഫറൻസ് എന്ന് പറഞ്ഞാൽ എനിക്കൊരു എക്സോസ്റ്റ് വെക്കണമെന്നുണ്ട്. അല്ലാതെ എനിക്ക് സ്റ്റോക്കിലും നടക്കണമെന്നൊന്നുമില്ല. ചിലപ്പോൾ ക്യാഷ് ആകുമ്പം ചിലപ്പോൾ ഞാൻ മാറ്റിയെന്ന് വരും. പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ ബൈക്കുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അതെ നമ്മുടെ R15 തന്നെ നോക്കിയാൽ അറിയാം. R15 ഉണ്ട്, ഇതുമുണ്ട്. നമ്മുടെ ഡ്യൂക്കിന് വേണേൽ കമ്പനി ഫിറ്റഡ് അക്രപ്പോയ്ക്ക് വെക്കാം. എക്സ്ട്രാ കുറച്ച് പൈസ ആവുന്നേ ഉള്ളൂ, പക്ഷെ കമ്പനി ഫിറ്റഡ് വെക്കാം. അപ്പം ഈ നിയമത്തിന് എങ്ങനെ അത് വരുമെന്ന് എനിക്കറിയത്തില്ല. കാരണം കമ്പനിയിൽ നിന്ന് സ്റ്റോക്കായിട്ട് തന്നെ അത് നമുക്ക് ഫിറ്റ് ചെയ്ത് മേടിക്കാൻ പറ്റും. പിന്നെ എന്താണ് പ്രശ്നം? കമ്പനികൾ തന്നെ ഇത് ഫിറ്റ് ചെയ്ത് തരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ ജീപ്പിന്റെ കാര്യം നോക്കിയാൽ ഇപ്പം ഈ ഓഫ് റോഡ് ഇത് ട്രെൻഡായി തുടങ്ങിയെന്ന് അറിഞ്ഞപ്പോഴത്തേക്കിനും നമ്മുടെ മഹീന്ദ്ര കമ്പനികൾ തന്നെ നമ്മുടെ താറിന് തന്നെ ഡിഫറെന്റ് വേർഷൻസ് ഇറക്കുന്നു. 10-20 ലക്ഷം രൂപയുള്ള താറ്, അത് കണ്ടു കഴിഞ്ഞാൽ മോൺസ്റ്റർ ട്രക്ക് പോലെ ഇരിക്കും. അത് വരെ ഇറക്കുന്നുണ്ട്. അപ്പൊ അവര് വരെ ഇങ്ങനത്തെ ഒരു കൾച്ചർ കണ്ടിട്ട് ട്രെൻഡായിട്ട് പുതിയ എക്യുപ്മെന്റ്സ് ഇതെല്ലാം കൊണ്ടുവരുന്നുണ്ട്. അപ്പോഴും നിയമത്തിന് ഇപ്പോഴും പ്രശ്നമാണ്. അതാണ് എനിക്കറിയാത്തത്. ഇപ്പൊ നിങ്ങൾ ഈ മോഡിഫിക്കേഷന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇപ്പൊ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എല്ലാവരും മോഡിഫൈ ചെയ്യുന്നുണ്ട്. എല്ലാവരും ഓരോരോ സാധനങ്ങൾ മോഡിഫൈ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മുടെ വീട് എല്ലാവരും എന്തിനാണ് വെവ്വേറെ പെയിന്റ് അടിച്ച് മാറ്റുന്നത്, വേറെ ഡിസൈനിൽ എന്തിനാണ് ചെയ്യുന്നത്? ഓരോരുത്തരിൽ നിന്നും വേറിട്ട് നിൽക്കാനാണ് അതെല്ലാം ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ ഇപ്പൊ വേറിട്ട് നിൽക്കാനല്ലെങ്കിൽ എല്ലാവർക്കും ഒരേപോലെ തന്നെ ഒരു ബോക്സ് പോലെ ഒരേ നിറത്തില് ഒരേ ഒരു കോളനി സിസ്റ്റത്തിൽ എങ്ങനെയും ഒക്കെ ചെയ്താൽ പോലെ. പക്ഷെ എല്ലാവരിൽ നിന്നും വ്യത്യസ്തമായിരിക്കണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. അത് തന്നെയാണ് ഈ മോഡിഫിക്കേഷൻ വണ്ടികൾക്കും ചെയ്യുന്നത്. അപ്പം അതിനായിട്ട് എന്തെങ്കിലും ഒരു രജിസ്ട്രേഷൻ സെറ്റപ്പ് എന്തെങ്കിലും കണ്ടുപിടിക്കുകയാണെങ്കിൽ അതായിരിക്കും നല്ലത്. അല്ലാതെ എല്ലാം ഇങ്ങനെ ഊരി മാറ്റണം, ഇത് വെക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു ബുദ്ധിമുട്ടുള്ള ഏർപ്പാടാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത് അതൊരു ചെറിയ ഇൻഡസ്ട്രി അല്ല. ഇഷ്ടം പോലെ ഷോപ്സും ആൾക്കാരും വർക്ക്ഷോപ്സും ഇതിന്റെ പുറകിലുണ്ട്.
അപ്പം ഇവരെല്ലാം ഈ കേരളത്തിൽ തന്നെ ഉള്ളവരൊക്കെ തന്നെയാണ് നടത്തുന്നത്, അല്ലാതെ വേറെ നാട്ടിൽ നിന്നൊന്നും വന്ന് നടത്തുന്നൊന്നുമല്ല. ഇതെല്ലാം ലൈസൻസ്ഡ് ആയിട്ടുള്ള ഷോപ്സും വർക്ക്ഷോപ്സും കാര്യങ്ങളും എല്ലാം ആണ്. എല്ലാം GST ടാക്സും കൊടുത്ത് ഇവിടെ ഈ കേരളത്തിൽ തന്നെ സ്ഥാപിച്ചേക്കുന്ന സ്ഥാപനങ്ങളാണ്. അപ്പം ഇതിന്റെ പുറകിൽ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്, കുടുംബങ്ങളുണ്ട്. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇങ്ങനെ വലിയൊരു കൾച്ചർ തന്നെയുണ്ട്. പിന്നെ ഇത് ഇഷ്ടപ്പെടുന്ന ഇഷ്ടം പോലെ പിള്ളേരുണ്ട്, പേരൻസ് ഉണ്ട്. അങ്ങനെ എല്ലാവരും ഉള്ള ഒരു വലിയൊരു കൂട്ടായ്മ ഈ മോഡിഫിക്കേഷൻ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അല്ലാതെ ചുമ്മാ ഒരു ഇന്ന ജാതിയിലുള്ളവരോ അങ്ങനെ ഒരു സെപ്പറേഷൻ ഇല്ലാത്ത ഒരു രീതിയിലുള്ള ഒരു കൾച്ചറാണ് ഇത്. പിന്നെ ഈ ഷോപ്സ് എല്ലാം വെച്ചേക്കുന്ന ഇതെല്ലാം ആർക്കെങ്കിലും മേടിക്കാനൊക്കെ തന്നെയല്ലേ, അല്ലാതെ ഇതൊക്കെ വെറുതെ വെച്ചിരുന്നു കഴിഞ്ഞാൽ ചെതലരിച്ച് തുരുമ്പെടുത്ത് പോകത്തല്ലേ ഉള്ളൂ. അപ്പൊ ആരെങ്കിലും ഒക്കെ മേടിക്കണം, എന്നാലല്ലേ അവർക്ക് പൈസ കിട്ടത്തുള്ളൂ, എന്നാലല്ലേ അവർക്ക് വല്ലതൊക്കെ കഴിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ ഈ വണ്ടികൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ അട്രാക്ഷനും കാര്യങ്ങളും ഒക്കെ തന്നെ ആയിരിക്കും. പക്ഷെ ഇപ്പം എല്ലാവർക്കും ഇപ്പം നമ്മുടെ പേപ്സിന്റെ കാര്യം തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഫൈൻ കൊടുത്തത് 48,000 രൂപ എങ്ങാണ്ടാണ് മറ്റേ പേപ്സിന് ആ ട്രക്കിന് ഫൈൻ പറഞ്ഞേക്കുന്നത്. പക്ഷെ അത് കൊടുത്തിട്ടൊന്നുമില്ല, പക്ഷെ ഇങ്ങനെ ഒരു ഇത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഇങ്ങനെയൊക്കെ ഒരു വലിയൊരു എമൗണ്ട് എല്ലാരോടും ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും പറ്റി ഇപ്പൊ എടുത്തു തരാൻ പറ്റിയെന്നൊന്നും പറയാൻ പറ്റൂല. കാരണം ഇപ്പം ഉള്ള പൈസ വെച്ചും ഇല്ലാത്ത പൈസ വെച്ചും നാളുകൾ എടുത്ത് ചെയ്ത വണ്ടികളായിരിക്കും ഇതൊക്കെ, അല്ലാതെ ഇതൊന്നും ഒറ്റയടിക്ക് ഇങ്ങനെ ഉണ്ടാക്കിയതൊന്നും ആയിരിക്കത്തില്ല. വർഷങ്ങളോ അല്ലെങ്കിൽ മാസങ്ങളോ എല്ലാം ഒക്കെ ചെലവിട്ട് ഉണ്ടാക്കിയെടുത്ത വണ്ടികളൊക്കെ തന്നെ ആയിരിക്കും ഇതൊക്കെ. അപ്പം നിങ്ങൾ ഈ മോഡിഫിക്കേഷന് വേണ്ടി ഇങ്ങനെ ഫൈനും രജിസ്ട്രേഷൻ കട്ടിങ്ങും അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കിനും അതെല്ലാം കൂടെ ഒന്ന് മനസ്സിലാക്കി വേണം ചെയ്യാൻ. വെറുതെ ഒരാളെ ദേഷ്യം പിടിപ്പിക്കുകയോ സങ്കടപ്പെടുത്തുകയോ ചെയ്യുന്ന അത്ര നല്ല കാര്യമാണെന്ന് എനിക്ക് പേഴ്സണലായിട്ട് തോന്നുന്നില്ല. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ, ഇതിനെപ്പറ്റി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുള്ള പവറുള്ള ആൾക്കാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവായി അങ്ങനെ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കൊണ്ടുവരിക. അല്ലാതെ ഇങ്ങനെ ഈ റദ്ദാക്കുക, കട്ടാക്കുക അങ്ങനത്തെ ഒരു പരിപാടി കൊണ്ടുവരാതെ എന്തെങ്കിലും എക്സ്ട്രാ രജിസ്ട്രേഷനിലും എല്ലാം മോഡിഫൈഡ് വെഹിക്കിൾസ് എന്ന് പറഞ്ഞോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരിക, എക്സ്ട്രാ ഫീസ് ആഡ് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടുവരിക. അല്ലാതെ ജസ്റ്റ് കട്ട് ചെയ്ത് കളയുക അങ്ങനെയൊക്കെ ചെയ്യാതെ എല്ലാവരുടെ ആഗ്രഹങ്ങൾ എല്ലാവരും നിലനിർത്തുക. ഒന്നുമില്ലെങ്കിലും നമ്മുടെ ഒരു ഡെമോക്രാറ്റിക് കൺട്രി അല്ലേ, അപ്പോഴത്തേക്കിന് വെറുതെ എന്തിനാ ഇങ്ങനെ ബാക്കിയുള്ളവർക്ക് ഡെമക്കിട്ട് കയറുന്നു. ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ please do like, share, comment and subscribe to my channel. This is me, Healthcare Rider, signing off. Bye.